الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فإن خير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10 പരമാവധി അമലുകൾ ചെയ്തുകൊണ്ട് ഇബാദത്തുകൾ നൽകിക്കൊണ്ട് പള്ളികളുമായി സജീവമായ ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ ഈ അവസാനത്തെ 10 ദിനങ്ങളെ പരിപൂർണമാക്കി ദീനിന്റെ മാർഗത്തിൽ സജീവമാക്കി നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തില് ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കേണ്ടത് പടച്ചറബിന്റെ പരലോകത്തെ സ്വർഗമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് തന്നെ. പരമമായ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ദുനിയാവിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളൊക്കെ പലപ്പോഴായി കേട്ടിട്ടുള്ള ഒരായത്തുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ, ആ മരണത്തിന് ശേഷമുള്ള ഒരു ലോകം നിങ്ങൾക്ക് വരാനുണ്ട്. മരണവും കടന്ന് ബർസഖും കടന്ന് ആഖിറത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. ആഖിറമായുള്ള ലോകത്തെ, പരലോകത്ത് വെച്ച് ആർക്ക് എന്തൊക്കെയാണ് നൽകേണ്ടത് അതൊക്കെയും പടച്ചറബ് കൃത്യമായി അണുവിടാതെ ഓരോ മനുഷ്യനും ചെയ്തു വെച്ച നന്മ തിന്മകൾ കൃത്യമായി കണക്കുകൂട്ടി കടുകളിൽ വ്യത്യാസമില്ലാതെ പ്രവർത്തനങ്ങൾക്കും ചിന്തകൾക്കും നോട്ടങ്ങൾക്കും കർമ്മങ്ങൾക്കും സകലമായ ജീവിതത്തിൽ ചെയ്തു വെച്ച സകല കാര്യങ്ങൾക്കുമുള്ള പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ഖിയാമത്ത് നിങ്ങൾക്ക് വരാനുണ്ട്. അല്ലാതെ ഓർമ്മപ്പെടുത്തലാണത്. അതിനുശേഷം അല്ലാഹു പറയാണ്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ആ ദിവസം പരലോകത്ത് കണക്കുകൾ കൂട്ടിയും കുറച്ചും കിഴിച്ചുമൊക്കെ പരിശോധിച്ച് നൽകാനുള്ളതൊക്കെ നൽകേണ്ടവർക്കൊക്കെ നൽകി എല്ലാം പൂർത്തിയായി, വിചാരണ പൂർത്തിയായതിനു ശേഷം ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ആരാണോ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലേക്ക് അടുപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്,
ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചത് എന്നാണ്. അപ്പൊ ആ ഖിയാമത്ത് നാളിൽ കിട്ടേണ്ടതൊക്കെ കിട്ടി സ്വർഗത്തിന്റെ പടിവാതിൽ തുറന്ന് ആ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലേക്ക് കയറിപ്പോകാൻ ഭാഗ്യം ലഭിച്ചവരെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫഖദ് ഫാസ്, അവരാണ് ഏറ്റവും വലിയ വിജയികളെന്നാണ്. ഈ ദുനിയാവിന്റെ മറ്റുള്ള എല്ലാ വിജയത്തെക്കാളും മുകളിൽ നിൽക്കുന്ന, സമപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലിയൊരു വിജയമാണ് നിങ്ങൾക്ക് വരാനുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു. ഈ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവ് വഞ്ചനയുടെ വിഭവമാണ് എന്നാണ്. നിങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ദുനിയാവ്, നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ദുനിയാവ്. ഈ ദുനിയാവിന്റെ താല്പര്യങ്ങൾക്കും സ്വന്തത്തിന്റെ ഇഷ്ടങ്ങൾക്കും വേണ്ടി നിങ്ങൾ ജീവിക്കുമ്പോ അല്ലാഹുവിനെ മറന്ന്, പടച്ചറബിന്റെ പ്രവാചകന്റെ ചെറുകൾ മറന്ന്, പടച്ചറബിന്റെ പരിശുദ്ധ ഖുർആനിന്റെ താക്കീതുകളെയും നിർദ്ദേശങ്ങളെയും മറന്നു ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയുന്നത് നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന വിധികളല്ലാതെ മറ്റൊന്നുമില്ല ഈ ദുനിയാവ് എന്ന്. അതുകൊണ്ട് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, പറയുന്ന വാക്കുകൾ, ഞാൻ ഇവിടെ നിന്ന് പറയുന്ന വാക്കുകൾ, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, അത് നാളെ പടച്ചറബിന്റെ പരലോകത്തിന്റെ വിചാരണയിലേക്ക് ഈ ജീവിതത്തിൽ എനിക്ക് സമ്പാദിച്ചു വെക്കാൻ എന്തെങ്കിലുമൊക്കെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. ഞങ്ങളുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ എവിടെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. സാധാരണ രീതിയിൽ റമളാൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ മറ്റേത് ക്ലാസ്സുകളായാലും ക്ലാസ്സൊക്കെ വെക്കാൻ ഭയങ്കര ഉഷാറാണ് നമ്മള്. എല്ലാ ശനിയും ഞായറും ക്ലാസ് ഉണ്ടാവും. പ്രത്യേകിച്ച് റമളാനിലൊക്കെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ക്ലാസ് കേൾക്കണം, ദീനീപരമായ പ്രഭാഷണം കേൾക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയും പോകേണ്ടതില്ല. സ്വന്തം മൊബൈൽ എടുത്താൽ മൊബൈൽ ഫോണിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അതിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സംവിധാനങ്ങളുണ്ട്. പറഞ്ഞു വരുന്ന ഇതൊക്കെ ഉണ്ടായിട്ടും കാലഘട്ടം ഓരോന്ന് കടന്നു പോകുമ്പോഴും വലിയ അധപ്പതനത്തിലേക്കാണ് നമ്മളെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കാനും കാണാനും അറിയാനും മനസ്സിലാക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും കീഴ്പോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഈ പറയുന്ന വാക്കുകൾ, നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ പടച്ചറബിന്റെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന സദസ്സായി ഈ സദസ്സ് മാറും. ഞാൻ പറയുന്ന വാക്കുകൾ മാറും, നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ മാറുമെന്ന കൃത്യമായ ബോധം, ചിന്ത, വിചാരം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഈ ദുനിയാവിനെ കുറിച്ച്, ഈ ചെറിയ ജീവിതത്തെ കുറിച്ച് നമ്മളൊക്കെ പലതും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ദുനിയാവിനെ കുറിച്ച്, ഈ ജീവിതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉമ്മിഹി ഫീമാ അഫ്നാ വഅൻ ഇൽമിഹി ഫീമാ ഫഅൽ വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു. 4 കാര്യങ്ങളെ കുറിച്ച് മനുഷ്യനോട് ചോദ്യം ചെയ്യപ്പെടാതെ പരലോകത്തോട് അടി പോലും അവനെ മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിനെ കുറിച്ച് നമ്മൾ വിചാരിച്ച വെച്ച് കുറേ കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു വരുന്നു. 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ ഒരു കാലടിപ്പാട് പോലും റബ്ബിന്റെ പരലോകത്ത് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. എന്നിട്ട് ആ 4 കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ആദ്യം പറഞ്ഞു അവന്റെ ആയുസ്സിനെ കുറിച്ച്, അവന്റെ ജീവിതത്തെ കുറിച്ച്. ഫീമാ അഫ്നാഹു, അതെന്തിനു വേണ്ടിയാണ് അവൻ ചെലവഴിച്ചത്, ആ ആയുസ് എന്തിനു വേണ്ടിയാണ് അവൻ ചെലവഴിച്ചത് എന്ന് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു കാലടിപ്പാട് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അവന്റെ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണ് അവൻ പ്രവർത്തിച്ചത്, അവന്റെ കർമ്മങ്ങൾ എന്തിനു വേണ്ടിയാണ് അവൻ ചെയ്തത് എന്ന് ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അവന്റെ സമ്പത്ത്, സ്വത്ത് സമ്പാദ്യങ്ങൾ എവിടെ നിന്നാണ് സമ്പാദിച്ചത്, അതെവിടേക്കാണ് ചിലവഴിച്ചത് എന്ന് മനസ്സിലാക്കാതെ, എന്ന് ചോദ്യം ചെയ്യപ്പെടാതെ പടച്ചറബ് അവൻ അവരത് ഒരു കാലടിപ്പാട് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അവന്റെ ആരോഗ്യത്തെ കുറിച്ച്, അവന്റെ ശരീരത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെയും
ആ മനുഷ്യന് പരലോകത്ത് ഒരു കാലടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ജീവിതത്തിന്റെ ആകെത്തുകയായി ഈ ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ സമ്പാദിക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് പടച്ചറബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇങ്ങനെ എല്ലാം റബ്ബിന്റെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറാനുള്ളതാണ്. ആ റബ്ബിന്റെ പരലോകത്തിന് ചോദിക്കാതെ ഒരു കാലടി മുന്നോട്ട് വെക്കാമെന്ന് നിങ്ങൾ വെറുതെ ധരിച്ചു പോകേണ്ട എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും, ഓരോ മിനിറ്റ് കഴിയുമ്പോഴും, ആയുസ്സിലെ ഓരോ ദിവസങ്ങൾ കുഴിഞ്ഞു പോകുമ്പോഴും ആലോചിക്കേണ്ടത്, എന്റെ ഇന്നലകളെ കുറിച്ച് ഞാൻ എന്തായിരുന്നു, എന്റെ നാളുകളെ കുറിച്ച് ഞാൻ എന്തായിരിക്കണം എന്നുള്ള വീണ്ടും വിചാരങ്ങൾ ഉണ്ടാവണം. നാളെയെ കുറിച്ചുള്ള കൃത്യമായ പ്ലാനിങ്ങുകളും നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിന്റെ ജീവിതത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയതിനത്രേ അള്ളാഹു. ഒന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന്, ഒരു ബീജത്തിൽ നിന്ന്, ഒരു ശുക്ലത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് പടച്ചറബ്. ഇവിടെ അള്ളാഹു പറയുകയാണ്, ബലഹീനതയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാക്കി തന്നു. പിന്നെ ആ ശക്തിക്ക് ശേഷം ഒരു വലിയ ബലഹീനതയും നിങ്ങൾക്കുണ്ടാക്കി. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. സർവശക്തന്മാരുള്ളവൻ അവൻ തന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങള്, ഒരു മനുഷ്യ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളെ കുറിച്ച്, ഘട്ടങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്ന കാര്യമാണത്. ഒരു ബലഹീനതയ്ക്ക് ശേഷം ഒരു ശക്തി ഉണ്ടാക്കി തന്നവനാണ് അവൻ. ബീജത്തിൽ നിന്ന് മനുഷ്യനെ ഈ പറയുന്ന രൂപത്തിലേക്ക് പടച്ചറബ് സംവിധാനിച്ചു, സൃഷ്ടിച്ചു. അതിനുശേഷം വീണ്ടും ഒരു ശക്തി ഉണ്ടാക്കി. ആ ശക്തിക്ക് ശേഷം വീണ്ടും ഒരു ബലഹീനതയുണ്ടാക്കി, ഒരു നിലയുണ്ടാക്കി പടച്ചറബ്. ഒന്നുമില്ലാത്തൊരവസ്ഥയില്, ആരോഗ്യമില്ലാത്തൊരവസ്ഥയില്, ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പടച്ചറബ് മനുഷ്യനെ തള്ളിവിടുന്നു. അതിനുശേഷമാണ് പടച്ചറബ് ലോകത്ത് നിന്ന് മനുഷ്യനെ തിരിച്ചു വിളിക്കുന്നത്. ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ്സിൽ ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഈ മനുഷ്യായുസ്സില് പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ബലഹീനതയ്ക്ക് ശേഷമുള്ള ശക്തിയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന് അതിനുശേഷമുള്ള ബലഹീനതയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. അതിൽ ഒന്നാമത്തെ ഘട്ടം അവന്റെ ശൈശവഘട്ടമാണ്. അതിനുശേഷമുള്ള ഘട്ടം കൗമാരഘട്ടമാണ്. അതിനുശേഷം യുവത്വവും അതിനുശേഷം വാർദ്ധക്യവും കടന്നു പോകണം ഒരു മനുഷ്യൻ. ഇതാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അവൻ ജീവിച്ചു തീർക്കേണ്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത് ശൈശവഘട്ടം, അതിനുശേഷമുള്ള കൗമാരം, അതിനുശേഷമുള്ള യുവത്വം. ഈ 4 ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട 2 ഘട്ടങ്ങളിൽ അതിലൊന്ന് കൗമാരമാണ്, മറ്റൊന്ന് യുവത്വ കാലഘട്ടമാണ്. ഈ 2 കാലഘട്ടങ്ങളെയും വളരെ ഗൗരവത്തോടുകൂടെ തന്നെ കാണാനും കൃത്യമായ ആലോചനകളും വിചാരങ്ങളോടും കൂടി ആ 2 കാലഘട്ടങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗമാരവും യുവത്വവുമാണ് ഒരു സമൂഹത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നത് പല യുവത്വവും കൗമാരവും ഈ 2 കാലഘട്ടങ്ങൾ ഒരു സമൂഹത്തിന്റെ ഏറ്റവും നല്ല ഗതിയെ മുന്നോട്ട് നയിക്കേണ്ട ഒരു കാലഘട്ടത്തിന്റെ, ഒരു സമൂഹത്തിന്റെ പൊതുവായ അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് ഈ 2 കാലഘട്ടങ്ങളിലുള്ള ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ ഒരാളെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ആ സമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങളായി മാറുന്ന ഏറ്റവും കൂടുതൽ കൗമാര കാലഘട്ടക്കാര്, യുവത്വ കാലഘട്ടത്തിലുള്ള ആളുകൾ അത് ചെയ്യുമ്പോഴാണ്. അപ്പൊ യുവത്വത്തിന്റെ ചിന്തകള്, കൗമാരത്തിന്റെ ചിന്തകള് ഒരു സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതുപോലെ ആ കാലഘട്ടത്തെ ഏറ്റവും മനോഹരമായ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും സൽപാന്താവിലൂടെ ആ 2 പ്രായക്കാരെയും 2 കാലഘട്ടത്തിലുള്ളവരെയും മുന്നോട്ട് നയിക്കാൻ കഴിയണം. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് അതിന് വേണ്ടി ചെയ്യാനുള്ളത്? അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കാലഘട്ടത്തിലും സംഭവിച്ചിരിക്കുന്ന അപാകതകൾ എന്താണെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
യുവാക്കൾക്കും കൗമാരക്കാർക്കും സംഭവിച്ചിരിക്കുന്ന അപാകതകൾ എന്താണ്, എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്, എവിടെയൊക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലത്തെ യുവാക്കൾ അല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തിലുള്ള ഈ കുട്ടികൾ അവരേറ്റവും കൂടുതൽ കടന്നു പോകുന്ന അഭിജയങ്ങൾ ഏത് ഭാഗത്താണ്? ഒന്നാമത് നമ്മളെ കുട്ടികളെ കാരണുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജെൻഡർ പൊളിറ്റിക്സ്. എന്താ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? മുൻപൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരുപാട് വൈകല്യങ്ങൾ കുട്ടികളുടെ മാനസിക ശരീര തലങ്ങളിലേക്ക് കടന്നു വരികയാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമായിട്ട് ജെൻഡർ പൊളിറ്റിക്സിനെ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും. ഹോമോസെക്സ്വൽ ആയിട്ടുള്ള അങ്ങനെ ചിന്താഗതിയുള്ള അങ്ങനെ വൈകല്യങ്ങൾ, മനസ്സിന് വൈകല്യങ്ങൾ സംഭവിച്ചവരായി നമ്മളെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സ് പോലെയുള്ള അപജയങ്ങൾ നമ്മുടെ കുട്ടികളെ കാണുന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ജെൻഡർ പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ വിചാരിക്കുന്നത് എന്താ? എവിടെയൊക്കെയോ എന്തൊക്കെയോ ആരൊക്കെയോ തമ്മിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെയോ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ അടുക്കളകളിൽ ഈ പറയുന്ന ജെൻഡർ പൊളിറ്റിക്സ് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കാത്ത അവസ്ഥയിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന LGBTQ+ എന്ന് പറയുന്ന ഈ പറയുന്ന മനസ്സിന്റെ മാനസിക വൈകല്യങ്ങളുള്ള യുവാക്കളും കുട്ടികളുമായി പുതിയ തലമുറയിലുള്ള ആളുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞത് എന്താ? അവരുടെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തിന്റെ മുൻപിൽ നടത്തിയിരുന്ന പ്രധാനപ്പെട്ട പ്രബോധനം എന്തായിരുന്നു? നിങ്ങൾ സ്വർഗ്ഗരതിയിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, ഇങ്ങനെ സ്വർഗ്ഗരതിയിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു. പക്ഷെ ഇന്നത്തെ കാലത്ത് ജെൻഡർ പൊളിറ്റിക്സ് ഉയർത്തുന്ന ആളുകളെ സമൂഹത്തിന് മുൻപിൽ അർപ്പിച്ചു വെക്കുന്ന, സമൂഹത്തിന്റെ മുൻപിൽ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഈ പറയുന്ന സ്വർഗ്ഗരതിയാണ്. ആണിനും വേണമെങ്കിൽ കല്യാണം കഴിക്കാം, പെണ്ണിനും വേണമെങ്കിൽ കല്യാണം കഴിക്കാം, അവർക്ക് കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട അപജയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വൈകല്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് നമ്മൾ കുട്ടികളെത്തിയിരിക്കുകയാണ്. മറ്റൊന്ന്, ആണും പെണ്ണും ഒരേപോലെ നിന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ആണും പെണ്ണും ഒരേ വസ്ത്രങ്ങൾ ധരിച്ചാൽ എന്ത് സംഭവിക്കും? ഒരേപോലെ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഇരുന്നാൽ, ഒരാണും ഒരു പെണ്ണും അങ്ങനെ ഇരുന്നാൽ എന്താണ് സംഭവിക്കാനുള്ളത്? ഒന്ന് കൈകൊടുത്താൽ എന്താണ് സംഭവിക്കാനുള്ളത്? ശരീരത്തിൽ ഒന്ന് ടച്ച് ചെയ്താൽ, ഒന്ന് തൊട്ടാൽ എന്താ സംഭവിക്കാനുള്ളത്? നിങ്ങളൊന്ന് നിങ്ങളുടെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ കുട്ടികളോട് നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കുക. പലപ്പോഴും ആ കുട്ടികൾ പറയുക, ആണും പെണ്ണും തമ്മിൽ ഒന്ന് അടുത്തിരുന്ന് സംസാരിച്ചാൽ എന്താണ് കുഴപ്പം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ട്. ഒരാണും പെണ്ണും പരസ്പരം ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ എന്താണ്, ആകാശം ഇടിഞ്ഞു വീഴാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ജെൻഡർ പൊളിറ്റിക്സിലേക്ക് നമ്മുടെ മക്കൾ എത്തുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന വൈകല്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ എത്തിച്ചേരുന്ന ആദ്യത്തെ ഘട്ടം അതാണ്. എന്താണ് അതിന് കുഴപ്പം, എന്താണ് അതിന് പ്രശ്നം എന്നാണ് അവർ ചോദിക്കുക. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറയെ ബാധിച്ചിരിക്കുന്ന ഒന്നാമത്തെ വിജയം. മറ്റൊന്ന്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ പറയുന്ന വിശ്വാസ വൈകല്യങ്ങളും സ്വഭാവ വൈകല്യങ്ങളും സാംസ്കാരിക വൈകല്യങ്ങൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ് എന്ന് മനസ്സിലാകുന്നത്. മാറ്റം അനിവാര്യമാണ്. ഒരു പുതിയ തലമുറയെ ഏറ്റവും നല്ല രൂപത്തിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് മാറ്റം ഉണ്ടാകേണ്ടത്? ഞാൻ ആ പറയുന്ന വിശ്വാസ വൈകല്യങ്ങളിലേക്കോ ഇന്നത്തെ തലമുറയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിലേക്കോ പ്രയാസങ്ങളിലേക്കോ ഒന്നും കൂടുതൽ പോകുന്നില്ല. നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. പ്രധാനമായും ഊന്നൽ നൽകുന്നത് ഈ പ്രശ്നത്തിലുള്ള പരിഹാരം എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് മാറ്റം സ്വന്തം വീടുകളിൽ നിന്നുണ്ടാവണം എന്നുള്ളതാണ്. സ്വന്തം വീടുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയണം. ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് കുടുംബങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ്. കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് വ്യക്തികൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ്. അപ്പൊ സമൂഹത്തിലേക്ക് എത്തിപ്പെടുന്ന കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും ഏറ്റവും നല്ല രൂപത്തിലുള്ള സ്വഭാവത്തിന്റെ മാതൃകകളാവാൻ കഴിഞ്ഞാൽ ആ സമൂഹം ഏറ്റവും നല്ല ഉന്നതമായ സ്വഭാവത്തിന്റെ മാതൃകയുള്ളവരായി മാറാൻ കഴിയും. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറാനും മാറ്റിയെടുക്കാനും കുട്ടികളെ മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു തലമുറയെ നന്മയുടെ വഴിത്താരകളിലേക്ക് വഴിതെളിച്ചു കൊണ്ടുപോകാൻ മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ
നമ്മുടെ മാതാപിതാക്കളാണ് മക്കളെ സമൂഹത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ നല്ല സംഭാവനകൾ നൽകേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറുഹും. അല്ലാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നു, ഇന്ന മിൻ അസ്വാജികും വഔലാദികും, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ ഇണകളിൽ, ഭാര്യമാരെന്നല്ല നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് കേട്ടോ. എന്നിട്ട് ഫഹ്ദറുഹും, അതിനാൽ നിങ്ങൾ അവരെ കാത്തു സൂക്ഷിക്കണം എന്നാണ്. നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സ്വത്തുക്കള്, നിങ്ങളുടെ സമ്പാദ്യങ്ങള്, നിങ്ങളുടെ മക്കള് ഫിത്ന, നിങ്ങൾക്ക് ഫിത്നയാണ്. എന്താ ഫിത്ന എന്ന് പറഞ്ഞാല്? ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നാണ് അർത്ഥം. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ്, അല്ലാതെ നിങ്ങൾക്ക് ഫഖർ നടിക്കാനുള്ളതല്ല എന്നർത്ഥം. സാധാരണ രീതിയിൽ എന്താ പറയാ, ഒരു മക്കള് നല്ല രൂപത്തിൽ വളർത്തിയെടുക്കണം, ആ മക്കളെ നല്ല നിലയിലെത്തിക്കണം, എന്നിട്ട് നല്ല ജോലിയൊക്കെ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ ജോലിയൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം നമ്മൾ വിചാരിക്കുന്ന ആ മക്കളെ കുറിച്ച് ഫഖർ നടിക്കുന്ന ആളുകളാ. എന്റെ മോൻ ഇങ്ങനെ ഇറ്റലിയിലാണ്, മോൻ ഇങ്ങനെ അമേരിക്കയിലാണ്, അവൻ ആ പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫഖർ നടിക്കുന്ന ആളുകളാ. എന്നാൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, മക്കളെ നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്നാണ്. അതുകൊണ്ട് പരീക്ഷണമായ ആ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കളെ പരീക്ഷണ ഘട്ടത്തിൽ അതിജയിക്കാൻ പടച്ചറബിന്റെ മുൻപിൽ മക്കളുടെ കാര്യത്തിൽ ശരിയായ മറുപടി പറയാൻ, മുട്ടടിക്കാതെ മറുപടി പറയാൻ കഴിയുന്ന സത്യവിശ്വാസികളായി മാറാൻ കഴിയണമെങ്കിൽ, മാതാപിതാക്കളായി മാറാൻ കഴിയണമെങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതെ കൊണ്ട് മോശപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിൽ നിന്ന് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളെ തെറ്റിക്കാതിരിക്കേണ്ടതാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന്, അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സ്വത്തുക്കളോ നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിന്റെ മഹബത്തിൽ നിന്ന് ഈ പറയുന്ന രണ്ട് ആഗ്രഹങ്ങളെ നിങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതല്ലേ അതിന്റെ അർത്ഥം. പ്രത്യേകമായ ആ കാര്യം എടുത്തു പറയണമെങ്കിൽ അങ്ങനെ തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ സ്വത്തുക്കളുടെ കാര്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും പ്രത്യേകമായ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന്. അതിൽ ആ സന്താനങ്ങളുടെ കാര്യത്തിൽ ഫഖർ നടിക്കുന്നതിനപ്പുറത്തേക്ക് അതെന്റെ ജീവിതത്തിൽ റബ്ബനിക്ക് നൽകിയ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നതും നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണത്, വലിയൊരു സൗഭാഗ്യമാണത്, വലിയൊരു അനുഗ്രഹമാണത്. മക്കൾ ഉണ്ടാവണേ എന്ന് ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കും, പഠിച്ചാൽ എനിക്കൊരു കുട്ടി തരണേന്ന് പ്രാർത്ഥിക്കും. അപ്പോ ആ മക്കളെ പടച്ചിറബ് നൽകി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അള്ളാഹ് എനിക്ക് വല്ലാത്തൊരു നിയമത്ത് നൽകിയെന്നാണ്. അതിനപ്പുറത്തേക്ക് ആ നിയമത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അള്ളാഹ് പറഞ്ഞതിനെ കുറിച്ച് ഒരാളും ചിന്തിക്കാറില്ല. അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിയമത്തിനെ അത് സ്വീകരിക്കാനും അംഗീകരിക്കാനും നമ്മൾ തയ്യാറാവും. പക്ഷെ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എങ്ങനെയാണ് അതുകൊണ്ട് പടച്ചിറബിന്റെ പരലോകത്ത് എനിക്ക് വിജയിക്കാൻ കഴിയാന്നുള്ളത് ഒരാളും ആലോചിക്കാറില്ല. മക്കളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അള്ളാഹിനോട് കിട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. അത് കിട്ടിക്കഴിഞ്ഞാല് അള്ളാഹിനെ മറക്കുന്ന ചില ആൾക്കാരുണ്ട്. മക്കൾ തോന്നിയതുപോലെ വളർത്തുന്ന, ഇഷ്ടങ്ങൾക്കനുസരിച്ച് മക്കളുടെയും സ്വന്തങ്ങളുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് മക്കളെ വളർത്തുന്ന ആളുകൾ. അവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ രണ്ട് പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ പടച്ചിറബിന്റെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടാതെ നിങ്ങൾക്ക് സ്വർഗ നരകങ്ങളെ നൽകില്ല എന്നാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണത്. അതുകൊണ്ട് മക്കളെ കാര്യത്തില്, മക്കളെ കുറിച്ച് എനിക്ക് നല്ലത് പടച്ചിറബിന്റെ മുൻപിൽ ബോധിപ്പിക്കാനുണ്ടോ? എന്റെ മകളെ ഈ രൂപത്തിൽ ഞാൻ വളർത്തിയെടുത്തു എന്നുള്ളത് അള്ളാന്റെ മുന്നിൽ നമുക്ക് ബോധിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. ആ രൂപത്തിൽ വളർത്തിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, പാരന്റിങ് കൃത്യമാവണം. എവിടെയാണ് പാരന്റിങ് തുടങ്ങേണ്ടത്? നമ്മൾ പാരന്റിങ് കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ, നമ്മുടെ രക്ഷാകർതൃത്വം ശരിയായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. എവിടെ നിന്നാണ് പാരന്റിങ് തുടങ്ങേണ്ടത്? എവിടെയാണ് നമ്മുടെ രക്ഷാകർതൃത്വം നമ്മൾ ആരംഭിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഒരു കുട്ടി ജനിക്കുന്നത് മുതലാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങുന്നത് എന്നാണ്. അല്ല, ഒരു കുട്ടി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉടലെടുത്ത സമയം മുതൽ, ഒരു കുട്ടി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉടലെടുക്കുന്ന സമയം മുതൽ പാരന്റിങ് തുടങ്ങുകയാണ്. അവിടെ മുതൽ പാരന്റിങ് തുടങ്ങുന്നുണ്ട്. അവിടെ മുതൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായ ആലോചനകൾ നടത്തേണ്ടതുണ്ട്. അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിച്ചു, പടച്ചോനെ എനിക്കൊരു കുട്ടിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചു.
ഒരുപാട് കാലം അള്ളാഹിനോട് ദുആ ചെയ്തു, ഒരുപാട് കാലം പടച്ചവനോട് ദുആ ചെയ്തു. എന്നിട്ട് പടച്ചവൻ നമുക്ക് നൽകിയ ഒരു കുട്ടി, അങ്ങനെ വിചാരിച്ചു ഞങ്ങൾ. എന്നിട്ട് ആ കുട്ടിയെ പടച്ചറബ് നമുക്ക് നൽകുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുന്നുണ്ട് എന്നറിയുന്ന ഒരു ഘട്ടം മുതൽ, എന്റെ വയറ്റിലൊരു കുട്ടി വളരുന്നുണ്ട് എന്നറിയുന്ന ഘട്ടം മുതൽ, ആ ഘട്ടം മുതൽ ആ കുട്ടിയെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ പൂവണിയും. ഇതൊരു യാഥാർത്ഥ്യമാണത്. അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. ആ കുട്ടിയെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങും. ആ കുട്ടിയെ കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക്. ആ കുട്ടിയെ കുറിച്ച് ഒരുപാട് അഭിലാഷങ്ങൾ ഉണ്ടാവും നമുക്ക്. ആ പ്രതീക്ഷകളും അഭിലാഷങ്ങളും മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഉമ്മന്റെ ഗർഭപാത്രത്തിൽ, സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ ആ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ്? ആ കുട്ടിക്ക് വലിയൊരു ഡോക്ടറാക്കണം, വലിയൊരു എഞ്ചിനീയർ ആക്കണം, സമൂഹത്തിന്റെ ഉന്നതമായ പദവികളിൽ എത്തിക്കണം. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് ആലോചനകളും ചിന്തകളൊക്കെ രക്ഷിതാക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്വപ്നങ്ങളായിട്ട് പോവണിയും. എന്നിട്ട് അതിങ്ങനെ നമ്മൾ പലപ്പോഴും പേരുകൾ വരെ കണ്ടുവെക്കും. ആണാണെങ്കിൽ ഇന്നതിടണം, പെണ്ണാണെങ്കിൽ ഇന്നതിടണം, എന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒരുപാട് ആഗ്രഹങ്ങളാ. എന്നിട്ട് ആ കുട്ടി ജനിച്ച സമയം മുതൽ അതിന്റെ ആ ശൈശവ കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഘട്ടം നമ്മൾ കുഞ്ഞിന്റെ കാല് വളരുന്നുണ്ടോ, കൈ വളരുന്നുണ്ടോ, കുഞ്ഞിന് പല്ല് വരുന്നുണ്ടോ, കുഞ്ഞ് കമിഴ്ന്ന് കിടക്കുന്നുണ്ടോ, ഇങ്ങനെ ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാ നമ്മള്. സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഓരോ ദിവസവും നോക്കും നമ്മള്, ഓരോ ഘട്ടവും നോക്കും നമ്മള്, കുഞ്ഞുങ്ങളെ കമിഴ്ന്ന് കിടക്കുന്നുണ്ടോന്ന്. അങ്ങനെ ഓരോ ഘട്ടവും നോക്കി ആ ശൈശവം ആ കുട്ടിയുടെ ഏറ്റവും നല്ല കാലഘട്ടമായി ആ രക്ഷിതാക്കൾ ഇങ്ങനെ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, അതിനുശേഷമുള്ള ഒരു അഡോളസൻസിന്റെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിനുശേഷമുള്ള ഒരു കൗമാരത്തിന്റെയും യുവത്വത്തിന്റെയും കാലഘട്ടമുണ്ടല്ലോ. നിങ്ങൾ ഈ കുഞ്ഞിന്റെ വളർച്ച സൂക്ഷ്മമായി പരിശോധിച്ചതുപോലെ ആ കൗമാര കാലഘട്ടത്തിലുള്ള ആ യുവത്വ കാലഘട്ടത്തിലുള്ള എന്റെ മകളുടെ സ്വഭാവത്തിനെ കുറിച്ചുള്ള സൂക്ഷ്മമായ പരിശോധന നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ നിങ്ങളുടെ മക്കളെ കുറിച്ച്. എന്റെ മക്കൾ അതാവണം, എന്റെ മക്കളെ ഡോക്ടറാക്കണം, എന്റെ മകനെ എഞ്ചിനീയർ ആക്കണം എന്ന് സ്വപ്നം കാണുന്നതിന് പകരം എന്റെ മകനെ ഒരു ഹാഫിലാക്കണം എന്ന് സ്വപ്നം കാണാറുണ്ട് നമ്മൾ. എന്റെ മകൾക്ക് ഹാഫിലാക്കണം എന്ന് സ്വപ്നം കണ്ട എത്ര രക്ഷിതാക്കളുണ്ട് ഈ കൂട്ടത്തിൽ? ആരും തോന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും സ്വപ്നം കാണുന്നത് ഈ പറയുന്ന ഭൗതിക താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. ഈ ദുനിയാവിന്റെ ചെറിയ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ ദുനിയാവിൽ ജീവിക്കണം, ഈ ദുനിയാവിൽ വലിയ ഫഹ്റ് നടിക്കണം. അതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ പോയിട്ടില്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ താല്പര്യങ്ങൾ പോയിട്ടില്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വപ്നങ്ങൾ പോലും പോയിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. എന്നിട്ട് മക്കൾ വളർന്നു കഴിഞ്ഞ് മക്കളെന്ന് വലുതായി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ എന്റെ കുട്ടിയെ വളർത്തിയ രീതി ശരിയായി പോയില്ലല്ലോ എന്നുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള ആളുകളെ കുറ്റം പറയാൻ നിൽക്കേണ്ട നമ്മള്, സമൂഹത്തിനെ കുറ്റം പറയാൻ നിൽക്കേണ്ട നമ്മള്, കൂട്ടുകാരെ കുറ്റം പറയാൻ നിൽക്കേണ്ട നമ്മള്, ആ ആളുകളെ കുറ്റം പറയാൻ നിൽക്കേണ്ട, ഗവൺമെന്റുകളെ കുറ്റം പറയാൻ നിൽക്കേണ്ട നമ്മള്, അവരുടെ പാഠപുസ്തകങ്ങളെ കുറ്റം പറയാൻ നിൽക്കേണ്ട നമ്മള്. എന്ത് പാഠപുസ്തകത്തിൽ എന്ത് പഠിപ്പിച്ചാലും, എന്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധാർമികതകളും സമൂഹത്തിലുണ്ടെങ്കിലും നമ്മൾ പഠിപ്പിച്ചതിന്റെ ഗുണം മക്കളിലുണ്ടെങ്കിൽ ഈ പറയുന്ന തെറ്റുകുറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ ആ മക്കൾക്ക് കഴിയും, ഉറപ്പാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അപ്പൊ അടിത്തറ പറയേണ്ടത് കുടുംബത്തിൽ നിന്നാണ്, സമൂഹത്തിൽ നിന്നല്ല, വിദ്യാലയങ്ങളിൽ നിന്നല്ല, അധ്യാപകരുടെ അടുത്ത് നിന്നല്ല. ആ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നന്മ പറഞ്ഞു കൊടുക്കേണ്ടത്, നന്മ ഉപദേശിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്, മാതാപിതാക്കളാണ്. അതിന് നിങ്ങൾക്ക് കഴിയണം. അതിന് കഴിയാതെ പോകുമ്പോഴാണ് മൂല്യവത്തായ പല കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാവാതെ വരുന്നത്. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട, കുട്ടികൾ മനസ്സിലാക്കേണ്ടുന്ന മൂല്യവത്തായ പല പഠനങ്ങളും കുട്ടികൾക്കില്ല, അറിവുകളില്ല. കുട്ടികൾക്ക് സയൻസ് അറിയാം, ബയോളജി അറിയാം, കെമിസ്ട്രി അറിയാം, ഫിസിക്സ് അറിയാം, അതിനപ്പുറത്തേക്കുള്ള ഈ പറയുന്ന ശാസ്ത്രശാഖകളെ കുറിച്ചറിയാം. പക്ഷേ ഉമ്മാനോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, ഉപ്പാനോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, സൂറത്തുൽ ഫാത്തിഹ അറിയില്ല, നമസ്കരിക്കാൻ അറിയില്ല. എന്റെ ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടെന്ന് വെച്ചാൽ ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ജനാസ നമസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, ആ ജനാസയിൽ പ്രാർത്ഥിക്കേണ്ട ദുആ എന്താണെന്നറിയില്ല, ദിക്ർ എന്താണെന്നറിയില്ല, ഇതിന്റെ ഒന്നും അർത്ഥം അറിയില്ല, പെരുമാറേണ്ടത് എങ്ങനെയാണെന്നറിയില്ല, വാപ്പാനോടുള്ള സംസാരം എങ്ങനെയാണെന്നറിയില്ല, വല്ലിപ്പാനോടും വല്യമാരോടും സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. ഇങ്ങനെ യാതൊന്നിനെ കുറിച്ചും മനുഷ്യ ജീവിതത്തിൽ വേണ്ടുന്ന മൂല്യവത്തായ സ്വഭാവ മാതൃകകളെ കുറിച്ച് യാതൊരു അന്തവും ബോധവുമില്ലാത്ത തലമുറയായി നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ നോക്കും, എല്ലാ തലത്തിലുമുള്ള അറിവ് കുട്ടികൾക്കുണ്ട്. സയൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
എല്ലാ തരത്തിലുമുള്ള ഭൗതിക വിദ്യാഭ്യാസവും കരഗതമാക്കാൻ മിടുക്കലാണ് പുതിയ കാലഘട്ടത്തിന്റെ തലമുറ. പക്ഷേ ആ വിദ്യാഭ്യാസത്തിലൂടെ പടച്ചുറപ്പിലേക്കോ പടച്ചുറപ്പ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്കോ എത്തിപ്പെടാൻ നമ്മുടെ മക്കൾക്ക് കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതിന്റെ മുമ്പ് ഈ പറയുന്ന വിവരങ്ങളെ, ഈ പറയുന്ന വിദ്യാഭ്യാസത്തെ നേടിയെടുക്കുന്ന ആദ്യഘട്ടം മുതൽ ഈ പറയുന്ന പടച്ചുറപ്പിന്റെ മാർഗത്തിലേക്ക് സൽപന്താവിലേക്ക് കുട്ടികളെ നയിക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന ആരാധനകളെ കുറിച്ച് അറിയാത്തത്, വിശ്വാസ കർമ്മങ്ങളെ കുറിച്ച് അറിയാത്തത്, പെരുമാറ്റത്തെ കുറിച്ച് അറിയാത്തത്, മര്യാദകളെ കുറിച്ച് അറിയാതെ പോകുന്നത്. വലിയ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം എന്റെ മക്കൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, ആ ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ മക്കളെ കുറിച്ച് പിന്നീട് ആവലാതിപ്പെടേണ്ടി വരില്ലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മക്കൾ ഉണ്ടാവണമേ എന്ന് ഒരുപാട് പടച്ചുറപ്പിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊക്കെ എന്ന്. ഒരുപാട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് മക്കൾ ഉണ്ടായതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങള്? സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മക്കൾ ചെയ്യുന്ന കൊല്ലതായ്മകള്, മക്കൾ ചെയ്യുന്ന എല്ലാ തരത്തിലുമുള്ള തോന്നിവാസങ്ങൾക്ക് വഴികേൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളുണ്ട്. ഇതൊന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെ ചിന്തിച്ചു പോകുന്ന മാതാപിതാക്കളുണ്ട്. പടച്ചുറപ്പിനോട് ഇരു കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ച് അവസാനം പടച്ചുറപ്പിൽ എല്ലാത്തൊരു നിയമത്ത് കൊടുത്തിട്ട് ആ മക്കൾക്ക് വേണ്ടി എന്തെല്ലാമോ ചെയ്തു കൊടുത്തിട്ട്, എന്തൊക്കെയോ ചെയ്തു കൊടുത്തു. നമ്മൾ അധ്വാനിച്ചു, ചോര നീരാക്കി ആ മക്കൾക്ക് വേണ്ടി പണിയെടുത്തു, അധ്വാനിച്ച് ഭക്ഷണം കൊടുത്ത്, അറിവ് കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത്, അവസാനം ആ മക്കൾ നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോ പടച്ചുറപ്പിനോട് തിരിച്ചു പ്രാർത്ഥിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾ അങ്ങനെ വളർന്നു വലുതായി നമുക്കെതിരെ വിഷസർപ്പങ്ങളായി മാറുന്നതിന് മുൻപ് ആ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ, നല്ലൊരു നസീഹത്ത് കൊടുക്കാൻ, നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവതലമുറ, നമ്മുടെ കൗമാര തലമുറ ചെയ്തു വെക്കുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, അനീതികളുണ്ടല്ലോ, അക്രമങ്ങളുണ്ടല്ലോ. അതൊക്കെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയായി വീണ്ടും വീണ്ടും സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടേയും ഇരിക്കും. അതുകൊണ്ട് പറയാനുള്ളത്, നസീഹത്തുകൾ കൊടുക്കാൻ കഴിയണം നമ്മുടെ മക്കൾക്ക്, നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിയണം. മക്കളോട് ഉപദേശങ്ങൾ കൊടുക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ സന്ദർഭങ്ങളിലുള്ള ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുക, ആവശ്യമായ സന്ദർഭങ്ങളിൽ ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടി വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പ്രായം അനുസരിച്ചുകൊണ്ട് കൊടുക്കേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ എന്താണോ അതാണ് നമ്മൾ നൽകേണ്ടത്. അതിൽ ഒന്നാമതായി കൊടുക്കേണ്ടത് റബ്ബിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നുള്ള നിർദ്ദേശമാണ്. ആ ഉപദേശമാണ് ഒന്നാമതായിട്ട് കൊടുക്കേണ്ടത്. എന്താ റബ്ബിനോടുള്ള നമ്മുടെ ബാധ്യത എന്താ, നമ്മുടെ ഉത്തരവാദിത്തം എന്താ? പടച്ച റബ്ബിനോട് രണ്ട് ഉത്തരവാദിത്തമുണ്ട്. ഒന്ന്, ആ റബ്ബിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പടച്ച റബ്ബിൽ വിശ്വസിക്കുക എന്നുള്ള ഉപദേശമാണ് ആദ്യം കൊടുക്കേണ്ടത്. രണ്ടാമത് കൊടുക്കേണ്ടത് റബ്ബിലുള്ള ആരാധനകളെ കുറിച്ചുള്ള ഉപദേശമാണ്. ഈ രണ്ട് ഉപദേശങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ മക്കൾക്ക്? നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇന്നേ വരെ നിങ്ങളുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഇതേപോലെയുള്ള ക്ലാസ്സുകൾക്ക് കൂട്ടി വന്നിട്ടുണ്ടാവും, മദ്രസയിലുള്ള ഉസ്താദുമാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ എന്റെ മോനെ അരികിൽ വിളിച്ചിരുത്തിയിട്ട്, എന്റെ മകളെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് ആ മകനോട്, ആ മകളോട് ലുക്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയതുപോലെയുള്ള ഒരു ഉപദേശം നടത്താൻ നിങ്ങൾക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണത്. ലുക്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ആ മകനോട് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എന്താ അറിയോ? ഒന്നാമത്തെ ഉപദേശമാണത്. അതിനുശേഷം ഒരുപാട് ഉപദേശങ്ങൾ വേറെ കൊടുക്കുന്നുണ്ട്. അതൊന്നും ആദ്യം എടുത്ത് പറഞ്ഞിട്ടില്ല. ആദ്യം കൊടുക്കുന്ന ഉപദേശം ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ലട്ടോ എന്നാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ലട്ടോ എന്ന് വിശ്വാസം ആദ്യം പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമൂഹത്തിൽ എന്തൊക്കെ തരത്തിലുള്ള അനാചാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കള് ഈ പറയുന്ന ശരിയായ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ശരിയായ ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ശരിയായ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ മാറിപ്പോയില്ല എന്ന് പറഞ്ഞല്ലോ. ഈ മക്കളെ അടുത്തു വിളിച്ചിരുത്തിയിട്ട് ലാ തുശ്രിക് ബില്ലാഹ് എന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ സമൂഹത്തിൽ എന്ത് നടന്നാലും നമ്മുടെ മക്കളെ അത് ബാധിക്കില്ലായിരുന്നു. നമ്മുടെ മക്കളെ ബാധിച്ചു. കാരണം ഇവർക്ക് ഇതിനെ കുറിച്ചുള്ള അറിവില്ല. അവർ ആരാധനകളിലും അടി കാണിക്കുക. അപ്പൊ നമ്മൾ നോക്കിയ റമദാനില് ഒന്നാമത് റമദാനിൽ നമ്മുടെ പള്ളികളിൽ തറാവീഹ് നിസ്കാരത്തിന് വരുന്ന ആൾക്കാരാരാ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ റമദാനിലൊന്നും, അല്ലെങ്കിൽ തന്നെ പള്ളിയിൽ ആളുണ്ടാവില്ല. ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ റമദാനിൽ തറാവി നിസ്കരിക്കാനോ ഇശാ നിസ്കരിക്കാനോ ആൾക്കാരുണ്ടാവില്ല. കാരണം ഈ 10 കൊല്ലം കഴിഞ്ഞാൽ ഈ പറയുന്ന ആ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഒരു പരിധി വരെയൊക്കെ ആ പള്ളിയിൽ നിന്ന് കൊഴിഞ്ഞു പോകേണ്ടി വരും. പിന്നെ അവിടെയൊക്കെ കടന്നു വരേണ്ട പുതിയ തലമുറക്ക് ഇബാദത്ത് എന്താണെന്ന് അറിയില്ല, നമസ്കാരം എന്താണെന്ന് അറിയില്ല, നോമ്പ് എന്താണെന്ന് അറിയില്ല. ഇവർക്കൊക്കെ നോമ്പ് എന്ന് പറയുന്നത് ഫുഡ് ഫെസ്റ്റിന്റെ ഒരു കാല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ യൂട്യൂബ് എടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങൾ. ആ യൂട്യൂബില് 10,000 നോമ്പ് തറ, ഒരു ചെങ്ങായി വ്ലോഗ് ഇട്ടതാണ്. 10,000 നോമ്പ് തറ. ഞാൻ ഇന്ന് ഇന്ത്യ 10,000 നോമ്പ് തറ. ദുബായിൽ പോയിട്ട് ഒരു നോമ്പ് തറ 10,000 അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഗ്രാൻഡ് ഹയാത്തിൽ പോയിട്ട് 2,500 ഒരു നോമ്പ് തറ. അല്ലെങ്കിൽ നോമ്പ് തുറക്ക് ബുഫേ. ആ ബുഫേയിൽ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ട് എന്ന് പരിശുദ്ധ റമദാനിൽ ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന് വ്ലോഗ് ചെയ്യുന്നതാ. ഫുഡ് ഫെസ്റ്റിന്റെ മാതിരി എന്തൊക്കെയാണ് നിരത്തി വെച്ചത് എന്ന്. ഭക്ഷണം കഴിക്കാനുള്ള ആർത്തിയാണ് മനുഷ്യന്മാർക്ക്. അങ്ങനെയാണ് റമദാനെ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ റമദാനെ കണ്ടിരിക്കുന്നത്. പകലിങ്ങനെ നോമ്പ് വെക്കുക, പകലിങ്ങനെ ഭക്ഷണം ഒഴിവാക്കുന്നതിന് പകരം അതിന്റെ ഇരട്ടിന്റെ അധികം ഈ പറയുന്ന രാത്രിയിൽ കഴിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മളെ നാട്ടില് ഇക്കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി ഈ പിന്നെ രാത്രി ഈ ചെറിയ കടകളുണ്ടല്ലോ, ചെറിയ കടകളില് ഈ കുലുക്കി സർബത്ത്, പിന്നെ ഒരുപാട് ഓരോ കാലഘട്ടത്തിലും ഓരോ ഫ്രൂട്ട് ജാർ സോഡകള്, ട്യൂബ് സോഡ, ഈ പറയുന്ന ഈ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ കഴിക്കാൻ പോവുക. നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികള്, കൗമാരത്തിലും യുവത്വത്തിലും ഒക്കെ ഉള്ള ആൾക്കാർ ഈ പറയുന്ന പള്ളിയിലെ തറാവി നിസ്കരിക്കുമ്പോൾ ഇവിടുന്ന് കുളിക്കടിക്കുക, ഇവിടുന്ന് ഇങ്ങനെ കുളിക്കുക. എന്നിട്ട് അതിങ്ങനെ കുളിക്കാൻ വല്ലാത്തൊരു വെമ്പല്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യപരമായി നല്ലതല്ല എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. അതിനപ്പുറത്തേക്ക് റബ്ബിന്റെ പരലോകത്ത് നീ എന്ത് മറുപടി പറയും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു കാലടിപ്പാട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു കാലടിപ്പാട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ? പ്രിയപ്പെട്ട സഹോദരനോട് എനിക്ക് ചോദിക്കാനുള്ളത്, പള്ളിയിൽ ഇശാഇന്റെയും തറാവീഹിന്റെയും ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോ പൂരങ്ങാടിയിൽ നിന്ന് സർബത്ത് കുടിക്കാൻ നിങ്ങൾ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നാളെ പടച്ചറബിന്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയും. നിങ്ങളുടെ ആരോഗ്യത്തെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാനുണ്ട്. നിങ്ങൾക്ക് എന്റെ ആരോഗ്യത്തെ, എന്റെ സമയത്തെ, എന്റെ ആയുസ്സിനെ എന്തിനു ചെലവഴിച്ചു എന്ന് എന്ത് മറുപടിയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ പറയുക? പറയാനില്ല നിങ്ങൾക്ക് ഉത്തരം. കാരണം നിങ്ങൾ ചെയ്തുവെക്കുകയും റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്, റബ്ബിന്റെ തൃപ്തിയില്ലാത്ത കാര്യങ്ങളാണ്. ആലോചിക്കേണ്ട വിഷയമാണത്. മനുഷ്യന്മാർക്ക് ഇങ്ങനെ തഖ്വ കുറഞ്ഞുകൊണ്ടിരിക്കുക, ഈമാൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പള്ളിയിലൊക്കെ ഇങ്ങനെ ആളിങ്ങനെ കുറഞ്ഞു അവസാനം പിന്നെ പെരുന്നാൾ നിസ്കാരത്തിനുണ്ടാകും വലിയൊരു കൂട്ടം. റമദാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ആ റമദാന്റെ ഒന്നാമത്തെ ദിവസവും ആദ്യത്തെ ഒരാഴ്ച മനുഷ്യന്മാർക്ക് ഭയങ്കര ഉഷാറാണ്. നോമ്പ് നോൽക്കുമ്പോൾ ചെറിയൊരു ക്ഷീണം ഉണ്ടാവും. പക്ഷെ അന്ന് പള്ളിയൊക്കെ സജീവമാണ്. എല്ലാവരും പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കാരത്തിനൊക്കെ കൂടും. അന്ന് വല്ലാത്തൊരു ഖിറാഅത്താണ്, വല്ലാത്തൊരു ഖുർആൻ പാരായണോ. അന്ന് നിർത്തുകയായിരിക്കും ഖുർആന്റെ ഊത്ത്. റമദാനിന്റെ ഒന്നാമത്തെ ദിവസം ഖുർആൻ ഓതി തുടങ്ങി അന്ന് നിർത്തിയിട്ടുണ്ടാവും. പിന്നെ ആ ഖുർആൻ തൊട്ടിട്ടുണ്ടാവില്ല. പിന്നെ അതിന്റെ ആവശ്യമില്ല. അന്ന് എന്തോ ഒരു കാട്ടിക്കൂട്ടലാണ്. അതിങ്ങനെ വന്ന് അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അരക്കെട്ട് മുറുക്കിയെടുത്തുകൊണ്ട് അവസാനത്തെ 10 ഉറങ്ങാതെ സജീവമാക്കി നിർത്തിയ പ്രവാചകന്റെയും സഹാബത്തിന്റെയും ചരിത്രം അവിടെ നിൽക്കുമ്പോ നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അന്നിങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു ഈ പറയുന്ന സർബത്തുകടകളിലേക്ക് ഇങ്ങനെ പോവാ. ആലോചിക്കേണ്ട വിഷയമാണത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മകൾ ഈ പൂനൂരങ്ങാടിയിൽ ഈ പറയുന്ന തറാവീഹിന്റെ സമയത്തുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാരാന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ പറ ആരാണെന്ന്. ഇത്രയും എന്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലായെന്താ? നമ്മൾ പറയും ഒരു മനുഷ്യനോട് ആയുസ്സിനെ കുറിച്ച്, ആരോഗ്യത്തിനെ കുറിച്ച് ചോദിക്കുന്നു, അത് അവനോട് ചോദിക്കും. എന്തായാലും നമ്മുടെ മക്കളോട് പറച്ചും ചോദിക്കും. പക്ഷെ എന്റെ മകൾ ഈ പൂനൂരങ്ങാടിയിൽ ആ സമയത്ത് വന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാരാ നിങ്ങൾക്കറിയോ? ഞാനും നിങ്ങളുമാണ്. എന്റെ മകൻ ആ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മളാണ്. അള്ളാന്റെ മുൻപിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. കാരണം എന്താ? നമ്മളെ മക്കൾക്ക് നമ്മളെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. തറാവീഹ് നിസ്കാരത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇശാ നിസ്കാരത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതെന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രതിഫലം, അതിന്റെ ശിക്ഷകൾ എന്തായിരിക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇതൊന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ഇന്നേ വരെ മക്കളെ അങ്ങനെ ഉപദേശിച്ചിട്ടില്ല. നമ്മൾ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞിട്ടില്ല. ഉസ്താദ് ഇങ്ങനെ പറയും, മൗലവിമാരിങ്ങനെ പറയും, അതിങ്ങനെ കേൾക്കും. എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടൽ മാത്രമായിട്ട് പോകുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മക്കൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും
അവരുടെ മാതാപിതാക്കൾ കൂടെ ഉത്തരവാദികളാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വാലിഹായ സന്താനങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ അനുഗമിക്കുക അവന്റെ മരണത്തിന് ശേഷം. ആ 3 കാര്യം പറഞ്ഞെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പറഞ്ഞത് എന്നാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവന്റെ സന്താനങ്ങൾ എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മക്കള്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ മക്കൾക്ക് അറിയോ? നിങ്ങളത് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പ്രാർത്ഥന നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് അറിയോ? നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ അവരോട്? നിങ്ങളെ മക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? SSLC പരീക്ഷ എഴുതാൻ പോകുമ്പോ എല്ലാ ചോദ്യങ്ങളും കൃത്യമായി പഠിച്ചോ മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുന്നവരല്ലേ നിങ്ങള്? അല്ലെ? മക്കളെ പഠിക്കാൻ അങ്ങനെ വിടുന്നവരല്ലേ നിങ്ങള്? SSLC പരീക്ഷ ആകുമ്പോ, +2 പരീക്ഷ ആകുമ്പോ മക്കളെ അങ്ങനെ പഠിപ്പിക്കാൻ ട്യൂഷൻ സെന്ററുകളിലേക്ക് പറഞ്ഞു വിടുന്നവരല്ലേ നിങ്ങള്? അതിനു വേണ്ടി ശ്രമിക്കുന്നവരല്ലേ നിങ്ങള്? എന്റെ മകൻ എനിക്ക് വേണ്ടി ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളാണ് നമ്മുടേത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളെ മക്കളോട് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ അങ്ങനെ പ്രാർത്ഥന എനിക്ക് അറിയോന്ന്? അങ്ങനെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? മക്കൾക്കറിയില്ല, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, മക്കൾ അങ്ങനെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹിനെ കുറിച്ച് ഉപദേശങ്ങൾ കൊടുക്കാനോ അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മക്കൾക്ക് ഇബാദത്തുകൾ പോലും ശരിയാവണ്ണം നിർവഹിക്കാൻ അറിയാതെ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഉണ്ടല്ലോ, സാധാരണ ഉള്ള ഇബാദത്തുകൾ, ഇപ്പൊ നമ്മൾ പള്ളിയിലുള്ള നിസ്കാരം, ജമാഅത്ത് നിസ്കാരങ്ങളൊക്കെ ഒരുപാട് തവണ ആ മക്കൾ കണ്ടു വളർന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിലും അതിന്റെ ബാഹ്യമായ രൂപമൊക്കെ ആ മക്കൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. നിസ്കാരം, ഇശാ നിസ്കാരം എങ്ങനെയാണെന്നുള്ള ആ മക്കൾക്ക് അറിയില്ലേ? അത് കുറെ കാലം പള്ളിയിൽ എങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കയറുന്ന സമയത്തുണ്ടാവും അതിങ്ങനെ കാണിക്കുന്ന, അങ്ങനെ ചെയ്യും. അതിനപ്പുറത്തേക്ക് ചോദിക്കട്ടെ, നിങ്ങൾക്കെങ്കിലും അറിയോ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം? സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയോ? അതിലുള്ള പ്രാർത്ഥനകളുടെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? അമ്മ മക്കൾക്ക് അറിയോ എന്നുള്ള ആലോചിക്കണം. അതിന് പുറമെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജനാസ നമസ്കാരം ഉണ്ടല്ലോ, മയ്യത്ത് നിസ്കാരം, മയ്യത്തിനെ കുളിപ്പിക്കേണ്ട രൂപം നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ മക്കൾക്ക് അറിയോ? പെട്ടെന്നെങ്ങാനും ഞാനൊന്ന് വീണുപോയാൽ, എന്റെ അവസാനത്തെ ശ്വാസം നിലച്ചു പോയാൽ എന്നെ കുളിപ്പിക്കേണ്ട എന്റെ മകൻ, എന്റെ മകൾ, ആ മകൾക്ക്, ആ മകനെ എന്നെ കുളിപ്പിക്കേണ്ട രീതി അറിയോ? നിങ്ങൾ ഒരുപാട് നിങ്ങളെ മക്കളെ കുളിപ്പിച്ചിട്ടില്ലേ? നിങ്ങളെ കുളിപ്പിക്കേണ്ട രൂപം എങ്ങനെയാണ് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചെടുത്തിട്ടുണ്ടോ? ഞാൻ പറയുന്ന ഇതൊന്നും പള്ളിയിലെ ഉസ്താദിന്റെ, മദ്രസയിലെ ഉസ്താദിന്റെ ഉത്തരവാദിത്തമല്ല. മദ്രസയിലെ ഉസ്താദിന്റെ ഉത്തരവാദിത്തമല്ല ഇതൊന്നും. അയാൾ വന്ന് പഠിപ്പിക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മക്കൾ അത് അറിഞ്ഞിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല നമ്മൾ. അങ്ങനെ ഉപദേശം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിന് ലുക്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ സൂറത്ത് ലുക്മാനിൽ അത് കൃത്യമായി പറയുന്നത്. നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക എന്തൊക്കെ ഉപദേശങ്ങളാ കൊടുത്തത്, എങ്ങനെയാണ് കൊടുത്തത് എന്നുള്ളത്. യാ ബുനയ്യ, എടാ പോത്തെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ടല്ല, മോനെ ഇങ്ങോട്ട് വാ, അടുത്ത് വാ എന്നിട്ട് പിടിച്ചിട്ട് നമ്മൾ വളരെ തന്മയത്വത്തോടുകൂടെ, വളരെ വിനയത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ യാ ബുനയ്യ, മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വടിയെടുക്കാൻ നമ്മൾ നോക്കുക. അതിന്റെ പുറമെ അതിന്റെ മുൻപ് നമ്മൾ അത് കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനുള്ള ശിക്ഷയാണ് കൊടുക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. എന്തും ഒരു കാര്യം മുന്നറിയിപ്പ് കൊടുക്കും. മുന്നറിയിപ്പ് കൊടുത്തിട്ടാണല്ലോ പഠിച്ച് നമുക്ക് ശിക്ഷ തരുന്നത്. നമ്മളെ മക്കളെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. മുന്നറിയിപ്പ് കൊടുക്കണം, കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കൊടുക്കണം. എന്നിട്ടാണ് അവരെ ശിക്ഷിക്കേണ്ടതുപോലെ ശിക്ഷിക്കാനും പാടുള്ളൂ. ചെറിയ ശിക്ഷകളൊക്കെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പോ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പാരന്റിങ്ങിന്റെ ഒന്നാമത്തെ ഘട്ടം ഏറ്റവും നല്ല നസീഹത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എന്താ പറയുക, മക്കൾക്ക് അത് നിങ്ങളെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഉപദേശങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അത് ചെയ്യടാ, ഇത് ചെയ്യടാ, അങ്ങനെ പോകണം, ഇങ്ങനെ ഡ്രസ്സ് ധരിക്കണം, അങ്ങനെ വസ്ത്രം ധരിക്കണം, എല്ലാം പറഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. ചില ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഖുത്ബ പറയുന്ന മൗലവിക്കുള്ളതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങനെ ഈ പറയുന്ന ദഅവത്ത് നടത്തുന്ന ആൾക്കാർക്കുള്ളതാണെന്നാ. എന്താ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ? നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ ഒരു വലിയ പ്രസംഗം നടത്തുന്ന ഒരാൾക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളതെന്നാണ് ചില ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നമസ്കരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നമസ്കരിക്കാൻ പഠിക്കണം. നിങ്ങളെ മക്കൾക്ക് നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം. മോനോട് പറയാണ്, എടാ ഞങ്ങള് വലുതായി കഴിഞ്ഞ്, ഞങ്ങൾ പ്രായമായി കഴിഞ്ഞ് നമ്മളെ നോക്കണട്ടോ, നിങ്ങളെ സ്നേഹിക്കണട്ടെ, ഞങ്ങളെ നോക്കണട്ടെ, ഞങ്ങൾ കിടപ്പിലായി കഴിഞ്ഞ് ഞങ്ങളെ നോക്കണട്ടോ എന്ന്.
ആരോടായി പറയുന്നറിയോ? സ്വന്തം മക്കളോട് പറയാ. ആരായി പറയുന്നറിയോ? വല്യപ്പാനെയും വല്യമാനെയും ഓരോരോ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവരെ തിരിഞ്ഞു നോക്കാത്ത വാപ്പയും അമ്മയും സ്വന്തം മോനോട് പറയാണ്, മോനെ ഞങ്ങൾ പ്രായം കഴിഞ്ഞ് ഞങ്ങളെ നോക്കണട്ടാണ്. സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും നോക്കാത്ത ആളാ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ആ കുട്ടി നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ കുട്ടി നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്? തലയാട്ട് ഓന്ന് പറയും. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നിട്ട് വല്യപ്പാനെയും വല്യമാനെയും ഉമ്മയിട്ട് നോക്കുന്നില്ലല്ലോ എന്ന്. ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ മനോനഗരത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. നിങ്ങളത് കാണില്ല. അത് എപ്പോഴാ കാണുന്നറിയോ? അവര് വളർന്നു വലുതായി നമ്മളൊന്ന് തളർന്നു വീണാൽ, നമ്മളൊന്ന് കിടപ്പിലായാൽ അന്ന് മുതൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അവരന്ന് ആ ചോദ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത്. പാപ്പാനെയും ഉമ്മാനെയും നമ്മൾ എങ്ങനെയാണോ നോക്കിയത്, അങ്ങനെ തന്നെ നമ്മുടെ മക്കൾ നമ്മളെ നോക്കുള്ളൂ. അതാ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ പോയി നിസ്കരിക്കടാ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ല, അതിനുള്ള അവകാശം നമുക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 7 വയസ്സായ മക്കളെ നിസ്കരിപ്പിക്കാൻ പഠിക്കണം എന്ന്. 10 വയസ്സ് അടിച്ച് നിസ്കരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 7 വയസ്സ് മുതൽ ഈ കുട്ടിയെ നിസ്കരിപ്പിക്കേണ്ടത് എങ്ങനെയാ? 7 വയസ്സ് മുതൽ നിങ്ങൾ നിസ്കരിപ്പിക്കേണ്ടത് എങ്ങനെയാ? 7 വയസ്സ് മുതൽ ആ കുട്ടിയെ നിസ്കാരം ശീലിപ്പിക്കേണ്ടത് എങ്ങനെയാ? മോനെയും മോളെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുതാ, മോനാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മക്കളാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് ജമാഅത്ത് നിസ്കാരം കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സുബഹി നിസ്കാരമൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുക. എല്ലാ നിസ്കാരത്തിനും എല്ലാ വക്ത നിസ്കാരത്തിനും ആ കുട്ടികളെ അങ്ങനെ വിളിച്ചിട്ട് നമ്മളും ഇങ്ങനെ കൈകെട്ടിയിട്ട് അങ്ങനെ നമസ്കാരം ശീലിപ്പിച്ചു കൊടുക്കുക. ആ കുട്ടികൾക്ക് അതിലുള്ള ദിക്റുകളൊന്നും അറിയില്ല, ഫാത്തിഹ അറിയില്ല, ബാക്കിയുള്ള പ്രാർത്ഥനകളൊന്നും അറിയില്ല. എന്നാലും ഉണ്ടല്ലോ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ കുട്ടി അല്ലാഹു അക്ബർ എന്ന് പറയും. സമീ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ ആ കുട്ടി അങ്ങനെ അത് മതി. 10 വയസ്സ് വരെ അങ്ങനെ കാണിച്ചു കൊടുക്കണം. അതല്ലാതെ എടാ നിസ്കരിക്കടാ, എടാ പോയ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് പറയലല്ല, നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് 10ാമത്തെ വയസ്സ് മുതലോ ഇതുവരെ നിസ്കരിച്ചിട്ടില്ലാത്ത വാപ്പാനോട് വടിയെടുത്തിട്ട് തല്ലാൻ പോകാനാണോ പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. 3 വർഷക്കാലം പരിശീലനം കൊടുത്തിട്ട് പരിശീലന കളരിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കുട്ടി 10ാമത്തെ വയസ്സ് മുതൽ നമസ്കാരം നിലനിർത്തുന്നവനായി തീരും. എന്നിട്ടും എന്തെങ്കിലും ചില അപാകതകൾ ഉണ്ടെങ്കിലാണ് ചെറിയൊരു ശിക്ഷയൊക്കെ കൊടുക്കാൻ പറഞ്ഞത്. അതല്ലാതെ ആദ്യം തന്നെ പോയിട്ട് അടിക്കാനല്ല പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നമ്മൾ ചെയ്യുന്നതേ നമ്മൾ പറയാൻ പാടുള്ളൂ. അല്ലാത്ത നമ്മുടെ മക്കളോടായാലും ആരോടായാലും നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവണം. മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിനുള്ള അവകാശം നമുക്കുണ്ടോ, അതിനുള്ള അർഹത എനിക്കുണ്ടോ, എന്റെ മോനോട് പറയാനുള്ള അർഹത എനിക്കുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണത്. ഈ അടുത്തൊരു ഭാഗമുണ്ട്, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. മക്കളോടുള്ള 2 ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു. 3ാമത്തത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. എന്താ നല്ല വിദ്യാഭ്യാസം? മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്താ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങളാണ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്നാണ്. 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസം. അതിൽ ഒന്നാമത് അദ്ദേഹം പറയുന്നത് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിമക്ക് അവന്റെ റബ്ബിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. റബ്ബിനെ കുറിച്ചുള്ള അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. വദീനഹു, ആ മതത്തെ കുറിച്ച്, ആ ദീനിനെ കുറിച്ച്, ആ ആശയത്തെ കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചർച്ചകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ 3 അറിവുകളാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അറിവ് എന്നാണ്. ഇത് മാത്രം പഠിച്ചിരിക്കണം നമ്മൾ പറയുന്നൊന്നുമില്ല. ഇത് മാത്രം പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് തന്നെ എംബ്രിയോളജിയെ കുറിച്ച് പറഞ്ഞിട്ടാ, ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹിന്റെ ഖുർആൻ തന്നെ ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിന്റെ വിവിധങ്ങളായ മേഖലകളിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാം. ഭൗതിക തലത്തിൽ എത്ര ഉന്നത വിദ്യാഭ്യാസം വേണമെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അള്ളാഹ് ഹലാലാക്കി തന്ന ഈ ദുനിയാവിന്റെ എത്ര വലിയ സയൻസും നിങ്ങൾക്ക് ആർജിച്ചെടുക്കാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കോ അള്ളാഹിന്റെ മതത്തിനോ എതിരല്ല. ഇതൊക്കെ ഉണ്ടാക്കിയതാരാ? ഈ ശാസ്ത്രം ഉണ്ടാക്കിയതാരാ? ഈ ശാസ്ത്ര സത്യങ്ങൾ ഉണ്ടാക്കി വെച്ചതാരാ? പടച്ച റബ്ബ. അതുകൊണ്ട് ഇത് റബ്ബിനെതിരല്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഡോക്ടറാക്കിക്കോ, അതിനൊരു കുഴപ്പമില്ല. ഒരു MBBS കാരനായി എന്റെ മകനെ എനിക്ക് കാണണം ഒരു രക്ഷിതാവ് വിചാരിക്കാൻ, അതിൽ യാതൊരു തെറ്റുമില്ല, നല്ല കാര്യമാണ്. ഒരു എഞ്ചിനീയർ ആക്കി എന്റെ മകനെ എന്റെ മകളെ എനിക്ക് കാണണം, ഒരു തെറ്റും ആ വിഷയത്തിലില്ല. ഒരാൾക്കത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്റെ മകൾ എന്ത് നേടിയാലും, എന്ത് ഈ ലോകത്തിന്റെ ഭൗതിക വിദ്യാഭ്യാസം നേടിയാലും അതിന്റെ അറ്റത്ത് ആരുണ്ടായിരിക്കണം? പടച്ച റബ്ബുണ്ടായിരിക്കണം. അതിന്റെ അറ്റത്ത് അള്ളാന്റെ ദീനുണ്ടായിരിക്കണം.
അതിന്റെ അറ്റത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കണം. അല്ലാതെ അതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അറിവുണ്ടല്ലോ, അത് എത്ര വലിയ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയെടുത്തിട്ടും നിങ്ങൾക്ക് അതിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ലോകത്ത് അങ്ങനെ നേടിയെടുത്ത ആളുകളെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. സ്റ്റീഫൻ ഹോക്കിംഗ്, ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രം. അദ്ദേഹം ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്നു. ദൈവമല്ല, പരലോകമല്ല, സ്വർഗ നരകങ്ങളില്ല എന്ന് വാദിച്ച ആള്. ഏറ്റവും നല്ല ബുദ്ധിയാണ്, ഏറ്റവും നല്ല ഐക്യു കൂടിയ മനുഷ്യനാണ്. അങ്ങനെ ആവാൻ പാടില്ല എന്ന്. നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം നേടിയാലും, എന്തറിവ് നേടിയാലും അതിന്റെ അറ്റത്ത് ആരുണ്ടായിരിക്കണം? പടച്ചുറപ്പുണ്ടായിരിക്കണം. വയറിങ്ങനെ കീറി മുറിക്കുന്ന ഒരു MBBS-കാരൻ ഒരു മനുഷ്യന്റെ ശരീരം വെട്ടിമുറിച്ച് അതിന്റെ ഉള്ളിലുള്ള അവയവങ്ങളെ കീറിമുറിച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു MBBS-കാരന് മനസ്സിലാക്കാൻ കഴിയും പടച്ചുറപ്പിനെ കുറിച്ച്. ഞാൻ പറയുന്നു ഇന്ന് ഇവിടെ സംസാരിക്കുന്ന ഒരു മൗലവിയേക്കാൾ അല്ലെങ്കിൽ ഒരു ഉസ്താദിനേക്കാൾ കൂടുതൽ അള്ളാനെ തിരിച്ചറിയാൻ പറ്റിയ ആർക്കായിരിക്കുന്നറിയോ നിങ്ങൾക്ക്? ഒരു മനുഷ്യന്റെ ശരീരത്തിനെ കീറിമുറിച്ച് അവയവങ്ങളിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടർക്കായിരിക്കും അള്ളാൻ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ കഴിയുക. നമ്മൾ അനുഭവത്തിൽ അതില്ല. നമ്മളിങ്ങനെ കിതാബുകളിലൂടെ ഇങ്ങനെ പഠിക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു MBBS-കാരനെ സംബന്ധിച്ചിടത്തോളം, അത് ആ മനുഷ്യന്റെ ശരീരം കീറിമുറിക്കുമ്പോ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് ആ മനുഷ്യന്റെ നോട്ടമെത്തും, ആ മനുഷ്യന്റെ ചിന്തകളെത്തും. അങ്ങനെ ചിന്തിച്ചു മനസ്സിലാക്കി മുസ്ലിം അല്ലാത്ത ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ കീറ്റുമാർ, ഡോക്ടർ ടെജാസൻ, ഇവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാ. മുൻപ് മറ്റു മതവിശ്വാസികളായിരുന്ന ആളുകള് പടച്ചറബ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാ. അതുപോലെ അറിവേതായാലും അള്ള ഈ ദുനിയാവിലെ ഹലാലാക്കി തന്ന ഏത് വിഷയത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചോളൂ, അള്ളാഹിനെ കുറിച്ച് ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. അള്ളാഹിനെ മറക്കാൻ പാടില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതോടൊപ്പം തന്നെ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധവും അറിവും അതിന്റെ കൂടെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം മക്കളുടെ നന്മകൾ കൂടുതൽ കാണുക എന്നുള്ളതാണ്. പാരന്റിങ്ങിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണത്. മക്കളുടെ നന്മകൾ കൂടുതൽ കാണാം. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാറുള്ളതെന്ന് അറിയാം, മക്കളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ മാത്രം കാണും. അവരെ ചീത്ത പറയും, അവരെ വഴക്ക് പറയും. ചില മാതാപിതാക്കളെ കുറിച്ച്, ചില പ്രത്യേകിച്ച് വാപ്പമാരെ കുറിച്ച് പറയാം, ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് മൂപ്പർക്ക്, അതൊന്നും മൂപ്പര് പുറത്തേക്ക് എടുക്കാറില്ല എന്ന്. ഉള്ളിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുക. വലിയ ഗോദറേജിന്റെ പൂട്ടിട്ട് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുക. അതിങ്ങനെ ഇതിന്റെ ഉള്ളിലുണ്ടാവുക. അത് പുറത്തേക്ക് എടുക്കണം. എല്ലാ കാലത്ത് മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മരിച്ച് മണ്ണായിട്ട് ആ മക്കൾ നമ്മുടെ കബറിന്റെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന മിഥ്യാധാരണയാ. നമ്മുടെ മക്കൾക്ക് ഉള്ള കാലത്ത് സ്നേഹം കൊടുക്കാൻ കഴിയണം. അതിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതൊന്നുമല്ല. അതിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ള കൊടുക്കാൻ കഴിയണം. എന്നിട്ട് ആ മക്കളുടെ നന്മകളെ തിരിച്ചറിയാൻ കഴിയണം. മക്കളുടെ തിന്മകളല്ല നിങ്ങൾ കാണേണ്ടത്. തിന്മകൾ കണ്ട് അതിനെ വിമർശിക്കുന്നതിന് പകരം തിന്മകളിലെ വേറൊരു വിചാരമുണ്ടാക്കി കൊടുക്കാൻ, ആ തെറ്റിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാ നിങ്ങൾ ശ്രമിക്കേണ്ടത്. ആദ്യം തന്നെ പോയിട്ട് വടിയെടുത്തിട്ട് അവിടെ ബേക്കിൽ 2-4 അടി കൊടുക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ തെറ്റുകൾ എന്താണ്, അതിന്റെ ശരികൾ എന്താണെന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അതാണ് രക്ഷിതാക്കൾ. പാരന്റിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ മുതലാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു രക്ഷിതാവിന്റെ പാരന്റിങ് തുടങ്ങുന്നത് ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ആ കുട്ടി ഉണ്ടാകുന്ന അവസ്ഥ മുതലാണെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മക്കളെ ആ രൂപത്തിൽ വളർത്തിയെടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ എന്തെന്നറിയോ, ഈ ഗർഭിണികളായ ഭാര്യമാര് ആഗ്രഹങ്ങൾ പറയുമ്പോഴേക്ക് നമ്മളങ്ങ് നടത്തി കൊടുക്കും. പച്ചമാങ്ങ വേണമെന്ന് അറിയുമ്പോൾ പച്ചമാങ്ങ വാങ്ങിക്കൊടുക്കും. മസാല ദോശ വേണമെന്ന് അറിയുമ്പോൾ നമ്മൾ മസാല ദോശ. ഇതൊക്കെ ആർക്കാ വാങ്ങിക്കൊടുക്കുന്നത്? ഓളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, ഓളോടുള്ള പൂർണ്ണമായ സ്നേഹം കൊണ്ടൊന്നായിരിക്കില്ല. എന്തിനാ? നമ്മളെ കുട്ടികൾ നന്നായിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ. നമ്മളെ ആ സ്ത്രീയുടെ, നമ്മുടെ ഭാര്യയുടെ വയറ്റിന്റെ ഉള്ളിലുള്ള മക്കൾ നന്നായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അവിടെ മുതൽ നമ്മളെ മക്കളോടുള്ള സ്നേഹം ഇങ്ങനെ കൂടി വന്ന് അവസാനം ആ മക്കളോട് ഈ രൂപത്തിലുള്ള ഈ ദീനീപരമായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മുതലുള്ള നമ്മുടെ പാരന്റിങ് വെറുതെ ആയിപ്പോയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ നന്മകൾ കാണുക. തെറ്റുകൾ മാത്രം കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നതിന് പകരം കുട്ടികളോട് നല്ല നിലക്ക് പെരുമാറാൻ കഴിയണം. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ പഠിക്കാത്ത കുട്ടികളോടൊക്കെ നമ്മൾ പലപ്പോഴും വേറെ എന്തെങ്കിലും കഴിവുകളുള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടികളോട് നമ്മൾ പഠിക്കടാ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കുട്ടികളുടെ ആ കഴിവിനെ കണ്ടെത്താൻ കഴിയണം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് 1-2 ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഒരാളൊരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടത്, ഒരു കുട്ടി ആ വീടിന്റെ സ്റ്റെയർ കേസിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ മുകളിലോട്ട് പോവാണ്. ഒരു പെൺകുട്ടി.
എനിക്ക് തോന്നുന്നു ഒരു 5-6 വയസ്സായിട്ട് ഒരു പെൺകുട്ടി, ഒരു ചെറിയ മോളാണ്. ആ മോള് ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് അടുത്ത കൈ അടുത്ത സ്റ്റെപ്പിന്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ കയറി പോവാണ്. വലിയ ഹൈറ്റിലേക്ക് ഇങ്ങനെ കയറി പോവാണ്. അതിന്റെ കമന്റ്സ് വായിച്ച സമയത്ത് ഒരുപാട് വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായി. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രക്ഷിതാക്കളോട് ആ രക്ഷിതാവിട്ടൊരു ക്യാപ്ഷൻ ഉണ്ട്, ഇനിയിപ്പോ എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളതാണ്. 2 മാസം പൂട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിക്ക് ക്ലൈംബ് ചെയ്യാനുള്ള, അങ്ങനെ കയറി പോവാനുള്ള ഒരു പ്രത്യേകമായ കഴിവുണ്ട് എന്നുള്ളതാണ്. 5-6 വയസ്സായ ഒരു കുട്ടിക്ക് അതിന് കഴിയില്ല. ആ കുട്ടിക്ക് അങ്ങനെ കയറി പോകാനുള്ള പ്രത്യേകമായ, ആ ശരീരത്തെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള പ്രത്യേകമായ ഒരു കഴിവുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതാ നമ്മൾ കാണേണ്ടത്. കുട്ടിയുടെ താല്പര്യങ്ങളും കഴിവുകളും എന്താണോ അതിനെ കണ്ടുപിടിക്കാൻ കഴിയണം. അതിനെ കണ്ടുപിടിക്കാതെ മക്കളോട് പഠിക്കടാ, വായിക്കടാ, ചെയ്യടാ, അങ്ങനെയല്ല മക്കളോട് പറയേണ്ടത്. കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തുക, നന്മകളെ കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോവുക. ഇനി അടുത്തൊരു കാര്യം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, മക്കളുടെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത ഉത്തരവാദിത്തമാണത്. മക്കളുടെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും തിരിച്ചറിയാൻ കഴിയണം. എന്താ ആവശ്യങ്ങള്? മക്കൾ ഇങ്ങനെ ചെറുപ്പത്തിലേ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കൊടുക്കും. അവസാനം അവർ വളർന്നു വലുതാകുമ്പോഴും അവർക്കിങ്ങനെ വാങ്ങിക്കൊടുത്തുകൊണ്ടേ ഇരിക്കും നമ്മള്. അവരുടെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും നമ്മൾ തിരിച്ചറിയില്ല. ഇപ്പൊ എനിക്കൊരു ബൈക്ക് വേണം കേട്ടോ, നല്ല ഒരു ബൈക്ക് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ, അതിന് എത്ര ഉറുപ്പിക കിട്ടും? ഓ ആണോ, അങ്ങനെ വാങ്ങിക്കോ. ഒറ്റ മോനായിരിക്കും. ആ ഒറ്റ മോനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് വാപ്പ പറയാണ്, മോനെ നീ വായിക്കോന്ന് പറയും. എന്നിട്ട് ആ മോനെ 350, 400, 500 cc ഉള്ള ബൈക്ക് എടുക്കുകയാണ്. എന്നിട്ടോ ആ ബൈക്കിന്റെ മേലെ ആ മോൻ പോകുന്ന പോക്ക് ആ വാപ്പ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ഏതെങ്കിലും വണ്ടിന്റെ മൂട്ടിന്റെ ഇടയിൽ കെട്ടിയിട്ട് ആ മോനങ്ങ് മെടുക്കുന്നതാണ്. വാപ്പാക്ക് മനസ്സിലാവുക ആ ബൈക്ക് വാങ്ങിക്കൊടുക്കേണ്ടിയിരുന്നില്ല കേട്ടോന്ന്. ഞാൻ പറഞ്ഞത് ബൈക്കൊന്നും ആർക്കും വാങ്ങിക്കൊടുക്കേണ്ടെന്നല്ല. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച്, കുട്ടിയുടെ വിവേകത്തിനനുസരിച്ച്, കുട്ടിയുടെ പക്വതക്കനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിയണം. വാങ്ങിക്കൊടുക്കുമ്പോൾ അതിന്റെ ദൂഷ്യവശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു അന്തവും കുന്തമില്ല, നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, ഒരു അന്തവും കുന്തമില്ലാത്ത ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു ബൈക്കൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഓൻ ഏതെങ്കിലും വണ്ടിന്റെ അടിയിട്ട് പോയിട്ട് കയറി കഴിഞ്ഞാൽ ആരാ അതിന്റെ നഷ്ടം അനുഭവിക്കേണ്ടവരും? നമ്മൾ തന്നെയാണ്. അപ്പൊ വാങ്ങിക്കൊടുക്കുമ്പോൾ ആവശ്യങ്ങളും അനാവശ്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയണം. മക്കൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നവരാണ് ഒരു നല്ല രക്ഷിതാവ് എന്ന് ഒരിക്കലും വിചാരിച്ചു പോവല്ലേ. കുട്ടികൾ കരഞ്ഞാലും ശരി, ഒരു ദിവസം പട്ടിണി കിടന്നാലും സാരില്ല, ഒരു ദിവസം കുറച്ചൊന്ന് വിഷമിച്ചിരുന്നാലും സാരില്ല. കുട്ടികൾക്ക് അതിന്റെ ഭവിഷ്യത്തുകളെയും നന്മകളെയും തിന്മകളെയും ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് വേണ്ടതാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ മടിയും കാണിക്കേണ്ടതില്ല നമ്മൾ. ഇതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഏറ്റവും അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. മക്കൾക്ക് വേണ്ടി എന്താ നമ്മൾ പ്രാർത്ഥിക്കലെന്ന് അറിയോ? പടച്ചോനെ എന്റെ മോന് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണം കേട്ടോ. പടച്ചോനെ എന്റെ മോനെ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ടാവും, നല്ലൊരു അവസരമാക്കി അവനെ മാറ്റിക്കൊടുക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. ഇന്നേ വരെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉപമയായി പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് അറബി ഇങ്ങനെ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പള്ളിയിലുള്ള ഖത്തീബ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആമീനും പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങള്? പടച്ചറബ്ബ് എന്റെ ഇണയിലും എന്റെ മക്കളിലും എന്റെ സന്താനത്തിലും എനിക്ക് കൺകുളിർമ നൽകണേ പടച്ചോനെന്നാ. കൺകുളിർമ നൽകണേ പടച്ചോനെന്നാ. എന്താ കൺകുളിർമ നൽകുന്ന മക്കൾ നിങ്ങൾക്ക് അറിയോ? കൺകുളിർമ നൽകുന്ന മക്കളാണോ നിങ്ങൾക്കറിയോ? നല്ല ആരോഗ്യമുള്ള മക്കളില്ലേ, കാണാൻ നല്ല സുന്ദരനായ മക്കളില്ലേ, അങ്ങനെയാണോ? അല്ല, കൺകുളിർമ മക്കൾ ആരാന്നറിയോ നിങ്ങൾക്ക്? എന്ന് പ്രാർത്ഥിക്കുന്ന മക്കള്, നമുക്ക് നിസ്കരിക്കാൻ കേട്ടോ എന്ന് പറയുന്ന മക്കള്, വാപ്പാനെയും ഉമ്മാനെയും പൊന്നുപോലെ സ്നേഹിക്കുന്ന മക്കള്, ഒന്ന് കിടന്നുപോയാൽ വാപ്പാനെയും ഉമ്മാനെയും മലയിടാൻ യാതൊരു അറുപ്പും വെറുപ്പുമില്ലാത്ത മക്കൾ, അതാണ് ഖുർറത്തായിൻ എന്ന് പറഞ്ഞത്. ഖുർറത്തായിൻ, എന്റെ കണ്ണിന്റെ കുളിർമയാക്കി മാറ്റണം എന്റെ മക്കളെന്ന്, അങ്ങനെ മാറ്റിയെടുക്കണേന്ന്. അതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. അല്ലാതെ നല്ല ശരീരപുഷ്ടിയല്ല, നല്ല ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതല്ല, നല്ല സൗന്ദര്യം ഉണ്ടാവുക എന്നുള്ളതല്ല. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നവരെ? പടച്ചോൻ എന്റെ മക്കളെ സ്വാധീനമായ സന്താനമാക്കി വളർത്തിയെടുക്കണേന്ന് പടച്ചോനോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ റബ്ബിനോട്? നിസ്കാരത്തിന് ശേഷം റബ്ബിനോട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയം. നമ്മൾ പറയും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്, അതേപോലെ തിരിച്ച് മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ
നമ്മൾ പറഞ്ഞ വഴിക്ക് നമ്മളെ മക്കൾ വരുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മക്കളാണ്, നമ്മൾ ഇങ്ങനെ വളർത്തിയെടുത്ത മക്കളാണ് നാളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയാണ് അവർ യാതൊരു തരത്തിലുമുള്ള അപജയങ്ങളിലും ചെന്നുപെടില്ല. ഉറപ്പാണ് ആ കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നും അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളത്, അങ്ങനെ കുറച്ച് മക്കളുള്ളത്. ഇങ്ങനെ വളർത്തിയെടുത്തുകൊണ്ടാണ്. നമ്മൾ വളർത്തു ഗുണം വളർത്തു ദോഷം എന്ന് പറയാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ മക്കളും ഞാൻ പറഞ്ഞതുപോലെ എല്ലാ തോന്നിവാസങ്ങളും എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നവരൊന്നും അല്ലല്ലോ. നല്ല കുറെ മക്കളുണ്ടല്ലോ. അള്ളാന്റെ പള്ളിയിൽ പോയിട്ട് റബ്ബിന്റെ മുന്നിൽ നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടല്ലോ. മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കളുണ്ടല്ലോ. അങ്ങനെയുണ്ട് കുറെ ആൾക്കാര്. ഇത് ഇവിടുന്ന് വന്നാരങ്ങൾക്ക് ഈ പറയുന്ന വളർത്തു ഗുണം കൊണ്ട് വന്നതാ. അവർക്കൊന്നും ഈ പറയുന്ന ദോഷങ്ങളിലേക്ക് തെറ്റുകളിലേക്ക് ചെന്നു ചാടാൻ അറിയാത്തത് കൊണ്ടല്ല, ഈ പറയുന്ന തെറ്റുകളിലേക്ക് പാഞ്ഞെടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല. ഇപ്പുറത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ സുഖമാണ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വൃത്തികേട് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പുറത്തെ തറാവിയും ഇശാവും നിസ്കരിക്കുന്നതിനേക്കാൾ എളുപ്പമാണെന്ത് ഇപ്പുറത്ത് വന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാന്ന് പറയുന്നത്. നന്മ ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ട്, നന്മ ചെയ്യാനാണ് വളരെ പ്രയാസം. അതിൽ നിന്ന് മാറി നിൽക്കുന്ന മക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതെന്തുകൊണ്ടാ? ഈ പറയുന്ന രൂപത്തിൽ ആ മക്കളെ വളർത്തിയെടുത്തുകൊണ്ടാ, ആ മക്കൾക്ക് അങ്ങനെ ഉപദേശം കൊടുത്തുകൊണ്ടാ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ദീനിന്റെ ആദർശത്തെ ആശയങ്ങളെ മുറുകെ പിടിക്കാൻ എപ്പോഴും നമുക്ക് കഴിയണം. നമ്മുടെ മക്കളെ അങ്ങനെ ഒരു നിയ്യത്തോടുകൂടെ വളർത്തിയെടുക്കാൻ കഴിയണം. അങ്ങനെ ഒരു നിയ്യത്ത് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം. എൻ്റെ മക്കളെ ഒരു സ്വാലിഹായ സന്താനമാക്കി വളർത്തിയെടുക്കണമെന്ന് അങ്ങനെ കഴിയണം നമുക്ക്, പ്രിയപ്പെട്ടവര്. അല്ലാതെ മക്കൾ അവസാനം നമുക്കെതിരെ തിരിയുന്ന, നമുക്കെതിരെ വിഷം ചീറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ എത്തിച്ചേരാൻ പാടില്ല. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനൊരു മാർഗം കൂടെ ഞാൻ പറഞ്ഞു തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് അങ്ങനെ ചിന്തിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം നിങ്ങൾക്ക്? നമ്മൾ സാധാരണ പറയാറുണ്ട്, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്നുള്ളത്. അപ്പൊ ശരിക്ക് ഈ ചന്ദനം ചാരുക എന്ന് പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ അവന്റെ കൂട്ടുകെട്ടുകളെ അതിനോട് ഉപമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നല്ല സംഘടനാ പ്രവർത്തകനൊക്കെ ആക്കി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെ ആ രൂപത്തിൽ വളർത്തിയെടുക്കാൻ കഴിയും. എൻ്റെ ഒരു അഭിപ്രായമാണത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. അപ്പൊ നമ്മള് ഒരു സംഘടനയുടെ ഒരു വിദ്യാർത്ഥി ഘടകം, ആ വിദ്യാർത്ഥി ഘടകത്തിന്റെ സജീവമായ ഒരു പ്രവർത്തകൻ ഒരിക്കലും ഒരു തെറ്റിലേക്ക് അറിഞ്ഞുകൊണ്ട് വഴുതുകയില്ല. അല്ലെങ്കിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിലെ മറ്റുള്ളവരെ കാണുക ഞാനത് ചെയ്യരുത് എന്നെങ്കിലും ഒരു ബോധം ഉണ്ടാവും. പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്? അങ്ങനെ ഒരു ലജ്ജയെങ്കിലും അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് ഈ പറയുന്ന സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുക, പരമാവധി പറഞ്ഞയക്കുക. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ പറ്റിയ കാര്യമാണത്. അല്ല നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് സംഘടന എത്ര എണ്ണാണ്, അതാണ് ഇതാണ്, അങ്ങനെയുള്ള കുറ്റൊന്നും പറഞ്ഞ് നമ്മളെ സമയം നമ്മൾ വെറുതെ മെനക്കെടുത്താതെ നമ്മുടെ മക്കളെ നിങ്ങൾ അതിലേക്ക് പറഞ്ഞു വെച്ച് നോക്ക്. അതിലേക്ക് മക്കളെ നിങ്ങൾ കൊണ്ടുചെന്നാക്കി നോക്ക്. ആ കുട്ടികൾ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ കഴിയും. ഒരു രക്ഷിതാവിനോട് കംപ്ലൈന്റ് പറഞ്ഞത്, കുറെ വർഷങ്ങൾക്ക് മുൻപ് രക്ഷിതാവിനോട് കംപ്ലൈന്റ് പറഞ്ഞത്, എന്റെ മോനെ എനിക്ക് ശരിക്കും നോക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു എന്റെ മോളും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്റെ മോളും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ പരാതി എന്നോട് പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയോ? കാന്തപുരത്ത് പള്ളിയില് എല്ലാ റമദാനിലും നോമ്പ് തുറപ്പിക്കുന്ന MSMകാരുണ്ടായിരുന്നു. ആ MSMന്റെ പ്രവർത്തകനായിരുന്നു ഞാനും. കാന്തപുരത്ത് പള്ളിയിൽ റമദാനിൽ ഞങ്ങൾ MSMകാർ നോമ്പ് തുറപ്പിക്കും. ഞങ്ങളെ പൈസ കൊണ്ടൊന്നല്ല കേട്ടോ, നാട്ടുകാരെ അടുത്തുനിന്ന് പിരിപ്പിച്ചിട്ട്, പള്ളിയിൽ വരുന്ന ആൾക്കാരെ അടുത്തുനിന്ന് പിരിപ്പിച്ചിട്ട് അവർക്ക് തന്നെ നോമ്പ് തുറപ്പിക്കുക. വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ പോലും ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അതൊരു നന്മയുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ കുറെ കാലം ഞങ്ങൾ ആ പറയുന്ന നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി വന്ന് അവസാനം ഞങ്ങൾ മറ്റ് പല പ്രവർത്തനങ്ങളിലേക്ക്, നന്മകളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളായി മുന്നോട്ട് നടന്നു വന്നു. അപ്പൊ ഇതിലൊന്നും കൂടാതെ മാറി നടക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് പറയാണ്, നിങ്ങളെപ്പോലെ നിന്റെ മോനായിട്ടില്ലല്ലോ, എന്റെ മോനെ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ, നിന്റെ മോളെ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന്. അതിന്റെ കാരണം പ്രധാനമായി ഞാൻ മനസ്സിലാക്കിയത്, ഇന്നേ വരെ ആ മോനെയോ ആ മോളെയോ ആ രക്ഷിതാവ് ഇങ്ങനെ ഒരു തുറക്ക് പങ്കെടുപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഞങ്ങളെ കൂടെ പറഞ്ഞയച്ചിട്ടില്ല. ഒരു നോട്ടീസ് കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ്സിന് ഇങ്ങനെ ചെയർ നടത്താനായിരിക്കും. ഇവിടെ മജ്‌ലിസുൽ ഖുർആൻ നടത്തുമ്പോ ഇവിടെ ചെയർ നടത്താനായിരിക്കും MSMന്റെ 2 കുട്ടികൾ ആവശ്യം ഉണ്ടാവുക. ചെയർ നിരത്ത എന്റെ മോനോ, അതിനൊന്നും പോകണ്ടോ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണെങ്കിലോ അവൻ മാറി നിൽക്കലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയർ നിരത്തി
അങ്ങനെ നോട്ടീസ് ഒട്ടിച്ച് കടന്നു വന്ന ആളുകളാണ് പല ആളുകളും. അവർക്കൊക്കെ ഈമാനും ഈ തഖ്വയും സൂക്ഷ്മതയും പടച്ചറബിനോടുള്ള ഇഷ്ടവും മഹബത്തൊക്കെ കൂടിയിട്ടുള്ളൂ, അല്ലാണ്ട് കുറഞ്ഞു പോയിട്ടില്ല. കേവലം ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു ലജ്ജയെങ്കിലും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. ആത്മാർത്ഥമായിട്ട് അള്ളാന്റെ മുൻപിൽ ആ പറയുന്ന ആശയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ ഞാനത് ചെയ്യരുത് എന്നുള്ള കേവലമായൊരു ലജ്ജയെങ്കിലും ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ വളർത്തിയെടുക്കാൻ നമ്മളെ മക്കളെ ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്, പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന്, മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബ്ബേ, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്, വന്നുപോയവരാണ്, അറിവുകേടുകൾ കൊണ്ട് ചെയ്തു പോയവരാണ് റബ്ബേ. അതെല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. പടച്ചറബ്ബേ, സജീവതയോടുകൂടെ ഈ റമദാനിന്റെ അവസാനത്തെ 10 നിലനിർത്താൻ ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ആ ലൈലത്തുൽ ഖദറിനെ അനുഭവിക്കാൻ, അതിലൂടെ പുണ്യം നേടിയെടുക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ റബ്ബേ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പടച്ചറബ്ബേ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ഞങ്ങളെ വളർത്തിയെടുത്ത നിങ്ങളുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾക്ക് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കവാടം റബ്ബേ നീ തുറന്നു കൊടുക്കണമേ. പടച്ചറബ്ബേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാഥ. അവർക്ക് അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. പടച്ചറബ്ബേ, ലോകത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ, നാടുകളിൽ, രാജ്യങ്ങളിൽ ഇതേറെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഫലസ്തീനിലുള്ള കുഞ്ഞു മക്കളടക്കം ഓരോ ദിവസം കഴിയുമ്പോഴും ആവലാദികളും വേവലാദികളും കൂടിക്കൊണ്ടിരിക്കുന്ന, ഒരു നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ നോമ്പ് തുറക്കുന്ന സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊണ്ട് തീന്മേശ നിറക്കുന്നവരാ നമ്മള്. ആ മക്കളെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർക്കണം. പടച്ചറബ്ബേ, അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കണമേ. റബ്ബേ, ഈ ദീനിന്റെ പേരിൽ മരണമടഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നീ ഷഹാദത്തിന്റെ പ്രതിഫലം നൽകി, ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. പടച്ചറബ്ബേ, ഒരുപാട് ആളുകൾ മാരകമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. കിടക്കപ്പാതയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ക്യാൻസർ പോലെയുള്ള ഒരു സുപ്രഭാതത്തിലാണ് ഒരു വേദന വന്ന് ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്. അപ്പോഴാണ് അറിയുന്നത് തൊണ്ടയ്ക്ക് ക്യാൻസറാണ് എന്ന്. അവിടെ മുതൽ തകർന്നു പോവുകയാണ് മനുഷ്യൻ. അങ്ങനെ തകർന്നു പോയ, അങ്ങനെ മാരകമായ അസുഖങ്ങൾ കൊണ്ട് വേദന കടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ പടച്ചറബ്ബേ ഞങ്ങൾക്കിടയിലുണ്ട്. അവർക്കെല്ലാം അവരുടെ രോഗം എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കി കൊടുക്കണമേ. പടച്ചറബ്ബേ, അവസാനത്തെ ശ്വാസം നിലക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ റബ്ബേ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പടച്ചറബ്ബേ, 6 അടി മണ്ണിന്റെ ബർസഖിന്റെ ലോകത്ത് ജീവിക്കുമ്പോ ചോദ്യശരങ്ങൾക്ക് എളുപ്പത്തിൽ മറുപടി പറയാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പടച്ചറബ്ബേ, ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. പടച്ചറബ്ബേ, നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു നടത്താൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരായ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന നല്ല സ്വാലഹീങ്ങളായ സന്താനങ്ങളുള്ള മാതാപിതാക്കളെ ഞങ്ങളെ നീ മാറ്റിത്തരണമേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك أنت الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.